എല്ലാവർക്കും ഭയങ്കര സർപ്രൈസാണ് ഞാൻ ജീവനോടെ ഉണ്ടോ, ടീച്ചർ ഉണ്ടോ എന്നുള്ള ആ ഒരു ഇതിലാണ് എല്ലാവരും മക്കൾ രക്ഷപ്പെട്ടു വന്ന മക്കളൊക്കെ നോക്കും. ചൂരൽമലയിലെയും അതുപോലെ തന്നെ മേപ്പാടിയിലെയും കുട്ടികളായിട്ട് തന്നെ 25 പിള്ളേരാണ് ഈ ഉരുൾപൊട്ടലിൽ എനിക്ക് നഷ്ടമായത്. കഴിഞ്ഞ ജൂലൈ 30 ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ തകർത്ത വയനാടിലെ ആ ഉരുൾപൊട്ടലിൽ ആ രാത്രിയിൽ അവിടെ ഉണ്ടായിരുന്ന 2 പേരാണ് എൻ്റെ കൂടെയുള്ളത്. ഉമ്മയും മോളുമാണ്. 2 പേരും ടീച്ചർമാരാണ്. അവർക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളോട്. ഞങ്ങൾ ചൂരൽമല ടൗണിൽ തന്നെയാണ് താമസിക്കുന്നത്. പിന്നെ പേര് സലീമയാണ്. ഞങ്ങൾ ഒരു 1:30 സമയമായപ്പോൾ കട്ടിൽ ഭയങ്കര കുലുക്കായിരുന്നു. കട്ടിൽ കുലുങ്ങിയപ്പോഴാണ് ഞങ്ങൾ പെട്ടെന്ന് ഉണർന്നത്. നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ കട്ടിൽ കുലുങ്ങുന്ന ഒച്ച കേട്ടപ്പോൾ ഉണർന്നപ്പോൾ മൊത്തം വീടിൻ്റെ ഉള്ളിൽ ഫുൾ വെള്ളമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർഷ്യൻ ക്യാറ്റ് ഉണ്ട്. അതിലൊരു ക്യാറ്റ് താഴേക്ക് ഇറങ്ങി ഓടി. ഈ ഒച്ച ഇതിൻ്റെ ഭയങ്കര സൗണ്ടായിരുന്നു. ആ സൗണ്ട് കേട്ടപ്പോൾ ഈ പേർഷ്യൻ ക്യാറ്റ് ഇറങ്ങി ഓടിയപ്പോൾ അതിനെ പിടിക്കാൻ ഞങ്ങൾ താഴേക്ക് ചെന്നതും വീടിൻ്റെ വാതിൽ പൊളിഞ്ഞു. വാതിലിൻ്റെ ഉള്ളിലൂടെ പിന്നെ കല്ലും പാറയും മരങ്ങളും എല്ലാം കൂടി അടിച്ച് വന്ന് ഞങ്ങളെ മേലേക്ക് മൊത്തം മേത്തേക്ക് ചളിയും എല്ലാം കൂടി തെറിച്ച്. അതിൽ ഞങ്ങൾ ഓടി മുകളിലേക്ക് മുകളിൽ കയറി ടെറസിൻ്റെ മുകളിൽ നിന്ന് വേഗം പോയി വാതിൽ തുറന്ന് എന്താ പുറത്തത്തെ സ്ഥിതി എന്ന് അറിയാൻ നോക്കുമ്പോൾ ഞങ്ങൾ ടെറസിൻ്റെ ഉയരത്തിൽ വെള്ളം പോവുക. 4 ഭാഗം ഞങ്ങൾ പുഴേൻ്റെ നടുവിൽ 4 ഭാഗവും വെള്ളം. അപ്പോൾ ആ വെള്ളത്തിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ ഫ്രണ്ട് വീട്ടിൽ മാമൻ്റെ വീടാണ്. ആ മാമൻ്റെ വീട്ടിലേക്ക് നോക്കുമ്പോൾ അവരെല്ലാവരും ചളിയിലാണ്. അപ്പം ഞാൻ വിളിച്ചു കൂവി കരഞ്ഞു. ആ മെസ്സേജാണ് ലോകം മൊത്തം കേട്ടതെന്നാണ് പറഞ്ഞത്. ഞാൻ വിളിച്ചു കൂവി എൻ്റെ മാമൻ്റെ മക്കളൊക്കെ ചളിയില, ഉബൈദും നൗഷിയും നീനുവാവയും ഒക്കെ ചളിയില, രക്ഷിക്കണേന്ന് പറഞ്ഞിട്ട് ഉറക്കെ കരഞ്ഞു. അപ്പോൾ ഇവളും അതുപോലെ തന്നെ ഇവളെ ട്യൂഷൻ കുട്ടികളുടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവള് പറയും ബാക്കി. ഞാൻ മോളാണ്, ഷഹീല എന്ന പേര്. ഞാൻ ടീച്ചറാണ്. അവിടെ ഞാൻ വീട്ടിൽ തന്നെ ട്യൂഷൻ എടുത്തിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ അറൗണ്ട് 40 സ്റ്റുഡൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു 25 സ്റ്റുഡൻസ് എനിക്ക് ഈ ഒരു ഉരുൾപൊട്ടലിൽ എനിക്ക് പോയി, മക്കൾ പോയി. 25ഓളം പിള്ളേർ പോയി. എൻ്റെ വീടിൻ്റെ സൈഡിൽ, അതായത് വീടിനോട് ചേർന്ന് തന്നെയായിരുന്നു ട്യൂഷൻ സെൻറ്റർ ഉണ്ടായിരുന്നത്. അപ്പോൾ കുട്ടികൾ ഒരു 4 മണിക്ക് ശേഷം സ്കൂൾ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ട്യൂഷൻ എടുക്കാൻ വരാറുണ്ട്. അപ്പോൾ അവർ പിള്ളേർ വന്നു കഴിഞ്ഞാൽ ഒരു 6:30 വരെ ഒരു ബാച്ചും അതിന് ശേഷം ഒരു 8 o'clock വരെ ഒരടുത്ത ബാച്ചും, അങ്ങനെ 2 ബാച്ചായിട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ ചൂരൽമല സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരും മേപ്പാടി സ്കൂളിലെ പിള്ളേരും ഒക്കെ ആയിരുന്നു ട്യൂഷൻ ഉണ്ടായിരുന്നത്. അപ്പം ചൂരൽമലയിലെയും അതുപോലെ തന്നെ മേപ്പാടിയിലെയും കുട്ടികളായിട്ട് തന്നെ 25 പിള്ളേരാണ് ഈ ഉരുൾപൊട്ടലിൽ എനിക്ക് നഷ്ടമായത്. അതിൽ ഇപ്പോഴും കുറേ കുട്ടികളുടെ ബോഡി കിട്ടിയിട്ടില്ല. കുറേ പേര് മിസ്സിംഗ് ആണ്. പിന്നെ മക്കളല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ അടുത്തുകൂടെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും എനിക്ക് കൂടുതലും മിസ് ചെയ്യുന്ന മക്കളെ തന്നെയാണ്. കാരണം സാറ്റർഡേ സൺഡേസിൽ വരെ പിള്ളേർ പറഞ്ഞിട്ട് ഞാൻ ട്യൂഷൻ ക്ലാസ് അവിടെ എടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പം അതും അല്ലാണ്ട് ഭയങ്കര ഒരു വിഷമം തന്നെയാണ്. എനിക്കറിയില്ല എപ്പോഴും എനിക്കത് മാറുക എന്നുള്ളത് അറിയില്ല. കാരണം ഇപ്പോഴും എനിക്കത് വല്ലാണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്. രാത്രിയൊന്നും ഇപ്പോഴും എനിക്ക് ഉറക്കം ശരിക്കും ഇല്ല. ഉറക്കം കഴിഞ്ഞ പിള്ളേരുടെ സൗണ്ടും എല്ലാം തന്നെയാണ് എനിക്ക് കേൾക്കുന്നത്. അപ്പം അത് വല്ലാത്തൊരു വിഷമമുണ്ട്. പിന്നെ ഇപ്പോഴും ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ട മക്കളെയൊക്കെ ഞാൻ പോയി കാണുന്നുണ്ട്. അതൊക്കെ കുറച്ച് സമാധാനം കിട്ടുന്നുണ്ട്. എന്നാലും ഒരു 25 സ്റ്റുഡൻസ് എനിക്ക് പോയി. പിന്നെ എൻ്റെ ഒരു പേർഷ്യൻ ക്യാറ്റ് 2 പേരുണ്ടായിരുന്നു. അതിൽ ഒരാൾ പോയി. അവനെ ഓടുന്ന ആ ഓട്ടത്തിലാണ് ഞങ്ങൾ അവനെ രക്ഷിക്കാൻ വേണ്ടി താഴേക്ക് പോയത്. അപ്പോഴാണ് ഈ താഴത്തെ രംഗം ഞങ്ങൾ കാണുന്നത്. താഴ്ഭാഗം കംപ്ലീറ്റ് വെള്ളം നിറഞ്ഞു. നമ്മളെ രേഖകൾ, എല്ലാ രേഖയും പോയി. ആധാരങ്ങൾ, ലൈസൻസ്, പാസ്പോർട്ട്, പിന്നെ സ്കൂട്ടി, ലാപ്ടോപ്പ്, വീടിൻ്റെ ഉള്ളിൽ ഇൻവെർട്ടറും പിന്നെ വൈഫൈ ഒക്കെ പൊട്ടിത്തെറിക്കായിരുന്നു. വെള്ളം വന്നപ്പോൾ പൊട്ടിത്തെറിച്ച് വെള്ളം മേത്തേക്കൊക്കെ തെറിച്ച് വീഴുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും പരിക്കായിരുന്നു. പിന്നെ കണ്ണിന് ലെൻസിന് ചളി കയറിയിട്ട് ലെൻസിൽ വര വീണിട്ട് ഇപ്പം മരുന്ന് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണട തന്നിട്ടുണ്ട്. പിന്നെ ആ ടൈമിൽ നമുക്ക് മൊബൈൽ ഫോൺ ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് എല്ലാവരും വിളിക്കാൻ, അതായത് നമ്പർ എടുത്ത് വിളിക്കാനുള്ള ഒരു തോട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ സമയത്ത് വിളിച്ച് വെച്ച ആൾക്കാരെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വിളിച്ചു. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു റിലേറ്റീവ്സ് തന്നെ ഉണ്ട്, അവർ റെസ്ക്യൂ ടീമിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ അവരെയൊക്കെ വിളിച്ച് അവർ റോപ്പൊക്കെ കൊണ്ടുവന്നു. അതൊക്കെ വെച്ച് വലിച്ച് ഞങ്ങൾ അവിടുന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തത്. ഞങ്ങൾ ടൗണിലേക്ക് എത്തിയതും 2ാമത്തെ പൊട്ട് പൊട്ടി. ആ സമയത്ത് നമ്മളൊക്കെ അവിടെ നിന്ന് ഇറങ്ങി ഓടി. ആ ടൈമിൽ നമ്മൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാവില്ല. അപ്പം അങ്ങനെയാണ് ഞങ്ങളെ രക്ഷിച്ച് കൊണ്ടുവന്നത്. പിന്നെ ഇപ്പോൾ അതിന് ശേഷം ഇപ്പം ഞങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളും എല്ലാം പോയി. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നടക്കുന്നത്. അപ്പം കുറേ എൻ്റെ സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ക്യാമ്പിൽ വന്നിട്ട് അങ്ങനെ റെഡിയാക്കി. പിന്നെ നമ്മളത് വലിയ വീടാണ്, ഭയങ്കര വലിയൊരു വീടാണ്. ആ വലിയ വീടായതുകൊണ്ട് ആ വീട് പൊളിയുന്ന സമയം കൊണ്ട് ഞങ്ങളെ ബാക്ക് വശത്തുള്ള അയൽവാസികളൊക്കെ ഓടി രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഒരുപാട് പേര് രക്ഷപ്പെട്ടു. പക്ഷേ പ്രായമുള്ള അമ്മയും അച്ഛനും പ്രായമുള്ള ഉമ്മയും ഉപ്പയും എണീക്കാൻ പറ്റാത്തവർ മരിച്ചു. അവരൊക്കെ മരണപ്പെട്ടു. കുറേ ആളെ കിട്ടി, കുറേ ആളെ കിട്ടിയിട്ടില്ല. ഞങ്ങളെ നീനുവാവ എൻ്റെ ഈ കയ്യിൽ തൂങ്ങി നടക്കുന്ന മോള, ഓള്
മരണപ്പെട്ടു. നിലമ്പൂരിൽ നിന്നാണ് കിട്ടിയത്. അമ്മായിനെ കിട്ടി, പുത്തുമല മറവ് ചെയ്തു. വലിയ ദുരന്തമാണ്. നമ്മളെ അവിടുന്ന് റെസ്ക്യൂ ചെയ്ത് നേരെ പിന്നെ കൊണ്ടുവന്നത് വിംസ് ഹോസ്പിറ്റലിലേക്കായിരുന്നു. പിന്നെ അവിടുന്ന് ഈ പറഞ്ഞ പോലെ ഉമ്മച്ചിക്ക് കുറച്ച് പരിക്കുണ്ടായിരുന്നു, പിന്നെ ഉപ്പയ്ക്കും പരിക്കുണ്ടായിരുന്നു. നമ്മളൊക്കെ മൊത്തത്തിൽ ചളിയിലായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ റിലേറ്റീവ്സിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുക ചെയ്തത്. പിന്നെ അങ്ങനെയാണ് രക്ഷപ്പെട്ട് പോയത്. ഒരു 1.5 വീട് കുലുങ്ങി. അപ്പോഴാണ് ഇത് അറിയുന്നത് മെയിനായിട്ട്. ഇപ്പോഴും നമുക്ക് കൗൺസിലിങ് കാര്യങ്ങളൊക്കെ കിട്ടി. എന്നാലും നമുക്ക് നമ്മളെ വീട് ആലോചിക്കുമ്പോഴും ഒന്ന് ആ ടെൻഷൻ ഇങ്ങോട്ട് മാറുന്നില്ല. മരണപ്പെട്ടവരെ ആലോചിക്കുമ്പോൾ വിഷമം ഇപ്പോഴും മാറുന്നില്ല. ഇപ്പോഴും ഇങ്ങനെ മെൻ്റലി ഇതായിട്ട് നടക്കുക, അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നുണ്ടെന്നുള്ളൂ. ഭയങ്കര ടെൻഷനും വിഷമം തന്നെയാണ് ഇപ്പോഴും. ഒരുപാട് പേര് ഒക്കെ അറിയുന്ന മുഖങ്ങൾ, ജനിച്ചു വളർന്നൊക്കെ ആ നാട്ടിലാണ്. അത്രയും നല്ലൊരു നാടാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു നാടാണ്. എന്താ പറ്റിയെന്ന് അറിയില്ല. ഭയങ്കര പ്രകൃതി ഭംഗിയുള്ള നാടാണ്. പുഴകളും, ആര് വന്നാലും പുഴയെ കൊണ്ടുപോയിട്ട് അവർക്ക് പുഴയൊക്കെ കാണിച്ചു കൊടുക്കും. അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കും, എല്ലാവരും ഫോട്ടോ എടുക്കും. അത്ര ഭംഗിയുള്ള നാടാണ്. ആ നാടിപ്പോൾ ഇന്നില്ല. ഞങ്ങൾ പോയി കണ്ടാൽ ഞങ്ങളെ നാടാന്ന് ആരും പറയില്ല, ഞങ്ങളെ വീടാന്ന് പറയില്ല. ഒന്നും കണ്ടാൽ നമുക്ക് തിരിച്ചറിയില്ല. വെറും പാറകളും കല്ലും മണലും മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഒരു നാടായി മാറിയത്. കുട്ടികളെ കുറിച്ച് പറയുകയാണെങ്കിൽ പിള്ളേർക്കൊക്കെ മെയിനായിട്ട് ഞാൻ ഇംഗ്ലീഷായിരുന്നു എടുത്തിരുന്നത്. അവർക്ക് ബേസിക് ആയിട്ടുള്ള മെയിനായിട്ട് പിള്ളേർ ഇപ്പം ഹൈസ്കൂളാണെങ്കിലും ചെറിയ സെക്ഷൻ ആണെങ്കിലും ഇംഗ്ലീഷ് ബേസിക് ആയിട്ടുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു മക്കൾ വന്നിരുന്നത്. അപ്പോൾ ഈ വന്ന കുട്ടികളൊക്കെ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കാണിച്ചതായിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു വിഷമമുണ്ട്. അവർക്ക് ഭാവിയിലേക്കൊന്നും ആവാൻ പറ്റാണ്ടായിപ്പോയി. ആ 25 മക്കൾക്ക് എന്താ പറയുക, അവരുടെ ഭാവി എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ഭയങ്കര ഒരു ഡ്രീംസ് ഉണ്ടായ കുട്ടികളാണ്. എന്താ അവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും വലിയ വലിയ ഡ്രീംസ് പറയുന്ന മക്കളാണ്. ആ മക്കൾക്ക് ഇങ്ങനത്തെ ഒരു വിധി വന്നു എന്നുള്ള ടീച്ചർ എന്നുള്ളൊരു നിലയ്ക്ക് എനിക്ക് ഭയങ്കര എനിക്ക് എന്താ പറയാ, ഒരു അൺലക്കി ആണോ എന്നുള്ളൊരു തോട്ട് എനിക്കിങ്ങനെ വരിക. ഞാൻ പഠിപ്പിച്ച മക്കൾക്ക് എന്താ ഇങ്ങനെ ഒരു വിധി വന്നത്, അവർക്ക് എന്താ എവിടെ എത്താനാവാതിരുന്നത്. ട്യൂഷൻ എന്ന് പറഞ്ഞാല് ട്യൂഷനായിട്ടല്ല എടുക്കുന്നത്. അവരെ കളിച്ച് ചിരിച്ച് അവരെ കളിപ്പിച്ച് അങ്ങനെയാണ് ഇവിടെ ക്ലാസ് എടുക്കുന്നത്. അങ്ങനെ ക്ലാസ് എടുക്കുന്നതുകൊണ്ട് ഒരു ദിവസം പോലും ലീവ് എടുക്കൂല. സ്കൂളിൽ പോയില്ലെങ്കിലും ട്യൂഷന് ബോറടി ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു സ്ഥലത്ത് ഇരുത്തി അവിടെ ഇരുത്തി പഠിപ്പിക്കില്ല. ഞാൻ അവിടെ നിന്ന് ചേഞ്ച് ചെയ്ത് അവർക്ക് അറ്റ്മോസ്ഫിയർ ഒക്കെ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിക്കാണ് ഞാൻ ഇരിക്കുക. അപ്പോൾ ട്യൂഷൻ ക്ലാസ്സിൽ തന്നെ ഇരിക്കില്ല. കുറേ ഞങ്ങൾ ടെറസിൽ പോയിരിക്കും, കുറേ ഈ സൈഡിൽ ചെന്നിരിക്കും. അങ്ങനെ പിന്നെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പിന്നെ മെയിനായിട്ട് സൗണ്ട്സ് ഒക്കെയാണ് പഠിപ്പിച്ചിരുന്നത്. എങ്ങനെ ഇംഗ്ലീഷ് പ്രൊനൗൺസ് ചെയ്യണം, എങ്ങനെ വായിക്കണം. അപ്പോൾ ഇതൊക്കെ അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് ഞാൻ ആനിമേഷൻ വീഡിയോസ് അങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെയൊക്കെ പഠിപ്പിച്ചത് കൊണ്ട് തന്നെ അവർ പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്തു. എങ്ങനെ വായിക്കണം, സൗണ്ട്സ് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യണം, അതൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് എല്ലാം പെട്ടെന്ന് കാണിച്ചുകൊണ്ട് അവരുടെ പാരൻസിന് തന്നെ ഭയങ്കര ഇഷ്ടമായി. എന്നെ വിളിച്ചിട്ട് അവർ എല്ലാ ഫീഡ്ബാക്കും എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും. വീട്ടിൽ വന്നാൽ തന്നെ അവർ ട്രൈ ചെയ്യുന്നുണ്ട് എല്ലാം എന്നൊക്കെ പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. അതുകൊണ്ട് തന്നെ ഈ സാറ്റർഡേ സൺഡേസിൽ ഞാൻ സൺഡേസിലെങ്കിലും ലീവ് തരാമെന്ന് പറഞ്ഞാൽ പക്ഷെ നിൽക്കില്ല. അവർ കരാട്ടെ ക്ലാസ് കഴിഞ്ഞാൽ നേരെ എൻ്റെ അടുത്തേക്ക് വരും. പിന്നെ വന്ന് കഴിഞ്ഞ ഓണത്തിന് ഓണപരിപാടികൾ, പിന്നെ അവർക്ക് കുറേ മത്സരങ്ങൾ, കസേര കളികൾ, എല്ലാ ഫോട്ടോസ് ഉണ്ടാവും. പല ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കുമായിരുന്നു, ഗെയിംസ് കാര്യങ്ങൾ. പിന്നെ എല്ലാ ഫെസ്റ്റിവൽസും സെലിബ്രേറ്റ് ചെയ്യും. ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് എൻ്റെ ബർത്ത്ഡേ ഞാൻ അറിയാണ്ട് തന്നെ എനിക്ക് സർപ്രൈസ് ആയിട്ട് കുറേ ഗിഫ്റ്റൊക്കെ തന്ന് സെലിബ്രേറ്റ് ചെയ്തു. പിന്നെ ടീച്ചേഴ്സ് ഡേ കഴിഞ്ഞ ടീച്ചേഴ്സ് ഡേക്കൊക്കെ ഈ പറയുന്ന പോലെ ഞാൻ അറിയുന്നില്ല, ഇവർ സർപ്രൈസ് ആയിട്ട് ഓരോന്ന് പ്ലാൻ ചെയ്തിട്ട് പറയുമ്പോൾ എന്താ നഴ്സറി മുതലുണ്ട്. ചൂരൽമല നഴ്സറിയിൽ പോകുന്ന പിള്ളേരടക്കം അവിടെ വരുന്നുണ്ട്. അങ്ങനെ എല്ലാ പിള്ളേരും ഉണ്ട്, സ്മോൾ ടു ഹൈസ്കൂൾ സെക്ഷൻ വരെയുള്ള മക്കളെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം രക്ഷപ്പെട്ട കൂട്ടത്തിൽ കുറച്ച് മക്കളെ ഉള്ളൂ. അവർക്ക് നല്ല ഇഞ്ചുറി ഉണ്ട്. മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ കൊണ്ടുവന്ന മക്കളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഹെഡ് ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ഇപ്പോൾ വീട്ടിൽ റെസ്റ്റാണ്. അപ്പം പിന്നെ ഞാൻ ഇവിടെ സ്കൂൾ മേപ്പാടിയിലേക്ക് മാറ്റിയ സമയത്ത് വന്ന് ബാക്കിയുള്ള പിള്ളേരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. എല്ലാവർക്കും ഭയങ്കര സർപ്രൈസാണ് ഞാൻ ജീവനോടെ ഉണ്ടോ, ടീച്ചർ ഉണ്ടോ എന്നുള്ള ആ ഒരു ഇതിലാണ് എല്ലാവരും മക്കൾ രക്ഷപ്പെട്ടു വന്ന മക്കളൊക്കെ നോക്കുന്നത്. എല്ലാവരും നീനുവാവേനെ ചോദിക്കുന്നത്. ഞങ്ങളുടെ കൂടെ ഉള്ള അവളാണ് ട്യൂഷൻ കുട്ടികളൊക്കെ കൊണ്ടുവന്ന് ആന്റീൻ്റെ മോളാണ്, അവളും ട്യൂഷന് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല ഇമ്പ്രൂവ്മെന്റ് കാണിച്ച പിള്ളേരായിരുന്നു. അപ്പം എന്താ പറയുക, ഇനി വല്ലാത്ത സങ്കടമാണ്. എന്തായാലും ഇങ്ങനെ ഒരു പ്രകൃതി ഇങ്ങനെ പെട്ടെന്നൊരു ഇത് വന്നതുകൊണ്ട് നമുക്ക് എന്തായാലും സഹിക്കാൻ വയ്യാത്തൊരു അവസ്ഥയാണ്. കാരണം എല്ലാവരും ഒരുപാട് അപകടത്തിൽപ്പെട്ട് എല്ലാവർക്കും ഭയങ്കര പരിക്കും ഒക്കെ ആയി രക്ഷപ്പെട്ട ഒരു ഭാഗ്യവാന്മാർ. ഒരു പേടിയല്ലായിരുന്നു ഇതൊക്കെ സംഭവിക്കുന്ന സമയത്ത്. നമ്മൾ മരിച്ചു പോകാൻ പോവാണ്, അല്ലെങ്കിൽ നമ്മളൊരു അപകടത്തിൽപ്പെട്ടു, ഇനി എന്ത് ചെയ്യുന്നുള്ള ഒരു പേടിയല്ല, എന്ത് ചെയ്യാന്നുള്ളൊരു ധൈര്യം വരിക ചെയ്തത്. ആ സമയത്ത് എൻ്റെ ഫാദർ ചളിയിൽ മുങ്ങി കിടക്കുന്ന സമയത്ത്
നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു വിഷമമല്ല. ആ ടൈമിൽ ഞാൻ 2 റൂമിലുള്ള ബെഡ്ഷീറ്റ് കൊണ്ടുവന്ന് കെട്ടിയിട്ട് കയറാക്കി ഇട്ട് കൊടുത്ത് വലിച്ച് കയറ്റി എല്ലാവരും രക്ഷിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി അപ്പോൾ വന്നത്. അല്ലാണ്ട് നമ്മൾ പേടിച്ച് മാറി നിൽക്കുന്ന ആ ഒരു പൊതുവേ എനിക്ക് എന്തെങ്കിലും ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ആകെ ഡൗൺ ആവുന്ന ഒരാളാണ്. പക്ഷെ ആ ടൈമിൽ എനിക്ക് എന്താ അറിയില്ല, പെട്ടെന്ന് രക്ഷിക്കണം. അപ്പൊ ആന്റീന്റെ മോളെ ആണെങ്കിൽ തന്നെ ഞാൻ താഴെ ചെന്ന് അവളെ വലിച്ചു കയറ്റി. ഞാൻ അതിൽ പോകുന്നുള്ളതൊന്നും ഞാൻ ആലോചിക്കുന്നില്ല, അവളെ വലിച്ചു കയറ്റി അങ്ങനെ രക്ഷിക്കുക എന്നുള്ള ആ ഒരു ഇതായിരുന്നു അപ്പത്തെ ആ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കൊരു പേടി വന്ന് നിൽക്കുകയല്ല, എല്ലാവരും രക്ഷിക്കുക എന്നുള്ള. പിന്നെ നല്ല 2 മണി സമയമൊക്കെ 1:30 മണി എന്നൊക്കെ പറയുമ്പോൾ നല്ല ഇരുട്ടുള്ള സമയമാണ്. പക്ഷേ മൊത്തം പോയതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് ഒരു വെളിച്ചം, ചെറുതായിട്ടൊരു വെളിച്ചം ഉണ്ടായിരുന്നു എല്ലാവർക്കും. അപ്പോൾ ഈ മൊത്തം മരങ്ങളും മലകളും ഒക്കെ പോയതുകൊണ്ടാണോ എന്നറിയില്ല, നമ്മളെല്ലാം ലൈവായി കണ്ടു. നമ്മുടെ വീടിന്റെ മുന്നിലൂടെ കുറെ ആൾക്കാർ അപകടത്തിൽപ്പെട്ട് പോകുന്നത്, ചളീന്റെ ഉള്ളിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത്, ബാക്കിൽ മരത്തിൽ തൂങ്ങി നിൽക്കുന്നത്, നെയ്ബേഴ്സ് ഒന്നും ഇല്ല, നമ്മുടെ വീടിന് ചുറ്റുമുള്ളവരെ വീടൊക്കെ തകർന്ന് കുറെ പേര് അപകടത്തിൽ പെടുന്നത്, കുറെ പേരെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് ആരും ഒന്നും രക്ഷിക്കാൻ പറ്റാത്ത, കിട്ടുന്ന ആൾക്കാരെ ഞങ്ങൾ രക്ഷിക്കുന്നുണ്ട്. പക്ഷെ അല്ലാണ്ട് ഇറങ്ങി ചെല്ലാൻ പറ്റാത്ത അവസ്ഥയായി പോയി. നമ്മൾ വീടിന്റെ മുകളിലുമായി വീടിന് ചുറ്റും പുഴയായി മാറി. നമുക്ക് പറ്റിയ പോലെ കിട്ടിയ ആൾക്കാരെ നമ്മൾ രക്ഷപ്പെടുത്തി. പിന്നെ അപ്പോഴേക്ക് രണ്ടാമത്തെ ബോട്ടിൽ വന്നു. രണ്ടാമത്തെ ബോട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാണ്ടായി പോയി. ഇവള് സ്കൂട്ടി, പിന്നെ ഒരു 5-6 വീടിന്റെ അപ്പുറത്ത് സ്കൂട്ടി മഴ പെയ്തപ്പോൾ ചളി പോയപ്പോൾ സ്കൂട്ടീന്റെ നമ്പർ പ്ലേറ്റ് തെളിഞ്ഞു. അപ്പോൾ ഇവള് അത് അടിച്ചു നോക്കിയപ്പോൾ ഇവളെ പേരും നമ്പറും വന്നപ്പോൾ വിളിച്ചു ഞങ്ങളവർ, ഇങ്ങനെ നിങ്ങളെ സ്കൂട്ടി വിടണം. അങ്ങനെ ഞങ്ങൾ പോയപ്പോൾ 24ന്റെ അവരും ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ സ്കൂട്ടി അവിടെ നിന്ന് പോയി നോക്കുമ്പോൾ ഫ്രണ്ടില്ല, സ്കൂട്ടീന്റെ ഫ്രണ്ട് ഭാഗം മൊത്തം ചളിയിലേക്ക് പോയിട്ടുണ്ട്, ബാക്ക് ഭാഗം മാത്രമേ ഉള്ളൂ. കിട്ടുന്നില്ല, ഫുള്ളും ഇതായിട്ടുണ്ട്, നാശമായിട്ടുണ്ട്. ഇപ്പോഴും ആ ചളിയിലുള്ളത് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ നമ്പർ പ്ലേറ്റിന്റെ ഭാഗം മാത്രം കാണുന്നത്. അത് ഞാൻ ചളിയൊക്കെ ഞാൻ തുടച്ചു മാറ്റി നല്ല വൃത്തിക്ക് കൊണ്ടു നടക്കുന്ന വണ്ടിയായിരുന്നു. അപ്പൊ ചളി മാറ്റിയപ്പോ കറക്റ്റ് ഇപ്പൊ നമ്പർ കാണുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും അത് അവിടെ തന്നെയാണ്, അവിടെ നിന്ന് എടുക്കാൻ പറ്റിയില്ല. ഞാനിനി ആ ഭാഗത്തേക്ക് പോകില്ല എന്ന് ഞാൻ തീരുമാനിച്ച ആളാണ്. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ വീട് പോയതല്ല, നമുക്ക് പല ഓർമ്മകൾ, നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ പോയി. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് പോകാൻ ഒട്ടും മനസ്സില്ലായിരുന്നു. പക്ഷെ എന്നാലും ഈ ഒരു ഇതിന് വേണ്ടി ഞങ്ങൾക്ക് പോകേണ്ടി വന്നു. അങ്ങനെ പോയി കണ്ടു. എന്താ പറയുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്ഥലമല്ല ഇപ്പൊ അത്. കണ്ടു കഴിഞ്ഞാൽ ആ ഒരു സ്കൂട്ടി ഉണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഓടിയതാ, എടുക്കാന്ന് പറഞ്ഞിട്ട് പോയതാണ്. കിട്ടിയിട്ടില്ല, എപ്പോഴും ചളിയിൽ തന്നെ കിടക്കുന്നുണ്ട്. ലാപ്ടോപ്പും അതുപോലെ തന്നെ അവള് കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും ഒക്കെ എല്ലാം പോയി, ഒന്നുമില്ല. ഞങ്ങൾ ഇട്ട ഡ്രസ്സ് ചളിയിൽ മുങ്ങിയിട്ട് രക്ഷാപ്രവർത്തകരെ അപ്പുറം കൊണ്ടുപോയിട്ട് അവരെ വീട്ടിലത്തെ ഡ്രസ്സ് ഇട്ട് അതുവരെ അവിടെ ഊരിയിട്ടിട്ട് അവരെ ഡ്രസ്സ് ഇട്ടിട്ടാണ് നമ്മൾ വിംസിലേക്ക് വന്നത്. അങ്ങനെ വന്നത്. നമ്മളിപ്പോൾ നമുക്ക് നമ്മളത് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അതാ ഞാൻ പാസ്പോർട്ടിൻ്റെ ആ പഴയ ഫോട്ടോ കണ്ടപ്പോഴേ ഞാനതാ എനിക്ക് ഫോണിലേക്ക് ഫോട്ടോ എടുത്തു. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. കാരണം ഞാൻ പൊന്നുപോലെ സൂക്ഷിച്ച് ബാഗിൽ കൊണ്ട് നടക്കുന്ന സാധനം പാസ്പോർട്ട്. പക്ഷെ അത് അതിൻ്റെ ഒരു നമ്പർ പോലും ഞാൻ ഫോണിൽ അടിച്ചു വെച്ചില്ല. കാരണം എൻ്റെ കൂടെ എപ്പോഴും ബാഗിലുണ്ട്. ആ സാധനം പോയപ്പോഴേ വല്ലാത്ത സങ്കടമായിപ്പോയി. അപ്പോൾ ഇന്ന് അവിടെ നിന്ന് അതിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ ഭയങ്കര, അത് നമ്മളെ കൂടെ ഉള്ള പോലെ തോന്നുക, ഭയങ്കര സന്തോഷം തോന്നിയത്.